ഞാൻ ഈ കാലത്ത് ചെറുപ്പത്തിൽ ഇവിടെ കളിക്കായിരുന്നു പാലസിൽ. അപ്പോൾ കളിക്കണമൊക്കെ മോഹൻലാൽമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലത്തെങ്കിൽ അങ്ങനത്തെ ജോർജ് ഏട്ടൻ, അങ്ങനത്തെ പാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ പൈസക്കാർ. പിന്നെ അവർ കളി എല്ലാ കൊല്ലം അല്ല എല്ലാ ദിവസവും കാലത്ത് കളിക്കും. ഇങ്ങനെ ഇപ്പോഴൊന്നും ഇല്ലാത്തത്. നല്ല സുഖമാണ് അവരുടെ കൂടെ കളിക്കാൻ. ആ പോലീസിൽ കാരണം മുന്നേട്ടാ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഞാനങ്ങനെ കളിയൊക്കെ ആയിട്ട് നിൽക്കും. ഏട്ടനുണ്ട് കുഞ്ഞുപാലൊന്ന് കളിക്കുക. അപ്പോൾ അവർക്ക് ഞാൻ നിൽക്കണ കണ്ട് അറിയാം വീട്ടിലെന്തെങ്കിലും ആവശ്യം. അപ്പോൾ 10-20 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ വരും. അങ്ങനെ എത്ര വട്ടം തന്നിട്ടുണ്ടെന്ന് പറയാം ആള്. ഞാൻ പക്ഷെ അത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എത്രയോ വട്ടം എത്ര കൊല്ലം അങ്ങനെ അങ്ങനെ തന്നിട്ടുണ്ടെന്ന് പറയാം. ചിലരൊക്കെ ഞാൻ അറിയാം ഇവനീ പൈസ മേടിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്കറിയിക്ക് ഇപ്പോൾ ചെന്ന് നിന്നതിൻ്റെ വിഷമമാണോ ആ സമയത്ത് സന്തോഷമായിരുന്നു. കാരണം വീട്ടിൽ അങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു. ഇപ്പോൾ പാലാട്ട് തരണ കാശ് കൊണ്ട് എനിക്ക് നല്ല ഞാനപ്പോൾ പോലീസിലും കയറിയിട്ടില്ല. ആലോചിക്കുന്നു. ആ ഒരു വലിയൊരു ഉപകാരമാണ് ആൾ ചെയ്തത്. അങ്ങനെ എല്ലാവരും കിട്ടണമെന്നില്ല മനസ്സിന് അല്ലേ. അപ്പോൾ അവരെങ്ങനെ കുറേ പേരുണ്ട് എനിക്ക് ഇങ്ങനെ സഹായിച്ചേര്. പിന്നെ എനിക്ക് ബൂട്ടില്ലാണ്ട് അറിയായിരിക്കും വേണം. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ UP ജോണി സാറുണ്ട്, പ്രൊഫസർ ആള്. ഞാൻ ബൂട്ടില്ലാണ്ട് ആദ്യം സെലക്ഷൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ബൂട്ട് മേടിച്ച് തന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം. സമൂഹം തന്നെ കൂടെ നിന്നു. സമൂഹം തന്നെ കൂടെ നിന്നു. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അതെ, അത് നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ ക്യാരക്ടർ കൊണ്ടും കിട്ടുന്നതാണ്. അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നിമിത്തമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് പത്മശ്രീയൊക്കെ കിട്ടിയത്. അവരൊക്കെ പ്രാർത്ഥനയാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ കുറെ ഇന്ത്യ കളിച്ച് അതുകൊണ്ട് കിട്ടിയൊന്നുമല്ല. കുറെ ഭാഗ്യം ഇവരൊക്കെ പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്ധവിശ്വാസമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എല്ലാ ദൈവങ്ങളും വിശ്വാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അവരെ പുച്ഛിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് കുറെ വയസ്സായ ആൾക്കാരുടെ പ്രാർത്ഥനയൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയിരുന്നത്. ആദ്യ സെവൻസ് കളിക്കുന്ന എവിടെയാണ്? ആദ്യ സെവൻസ് കളിക്കുന്നത് ഞാൻ എൻ്റെ ടീമുണ്ട് നാട്ടിലെ ഫുഡ് ലൈൻ എന്ന് പറഞ്ഞ ടീമുണ്ട്. അവരൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ ബൂട്ടില്ലാണ്ട് കളിക്കണത്. ഞങ്ങൾ ബൂട്ടില്ലാണ്ട് കളിക്കണം ആ സമയത്തൊക്കെ. ഞങ്ങൾ നല്ല ടീമുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനൊക്കെ ചെറിയ ചെക്കനാണ്. സ്കൂളിലൊക്കെ 5-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. ഫുഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ടീമിനാണ് ആദ്യമായിട്ട് സെവൻസ് കളിക്കുന്നത്. പിന്നെയാണ് ഞാൻ ഷാജോ സ്പോർട്സ് ഈ പറമ്പൻ്റെ ടീമിന്, പിന്നെ ഞങ്ങളുടെ ജിംഖാനയ്ക്ക്, അങ്ങനെ ഞങ്ങളുടെ ടീമിൽ കളിച്ചിട്ടുണ്ട്. യൂണിറ്റി സോക്കർ ക്ലബിന് കളിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ വിളിക്കുമ്പോൾ കാശി കളിക്കാൻ പോകാറുണ്ട്. സലീംകുട്ടി നമ്മുടെ ആളല്ലേ. സലീംകുട്ടി ഞാനൊക്കെ ഒരുമിച്ച് സന്തോഷ് മുട്ടുപോയത് ഫസ്റ്റ് ഒരു ചക്രക്കുട്ടിയാണ്. ഇപ്പോഴായാലും നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെയാണ് സ്നേഹം. പാവ അവിടെ എവിടെ തൊടുപുഴ ഇപ്പൊ നമുക്ക് കൊടുത്ത ആവശ്യമുണ്ട്. ഇങ്ങനെ സെലിമിൻ്റെ വിളിച്ചു കഴിഞ്ഞാൽ മതി. അതൊക്കെ അതെന്താണ് നമ്മൾ അവരോട് കൊടുക്കുന്ന ആ സ്നേഹവും അത് തിരിച്ചു തരുന്നതാണ് അവർ അല്ലേ. അതൊക്കെയാണ് സെലിം കുട്ടിക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മളെ കുറിച്ച്. ഞാൻ അവനെ ഒരുമിച്ച് സന്തോഷ് ട്രോഫി പാലക്കാടൊക്കെ കളിച്ചിട്ടുള്ളതാണ്. ത്രോ ചന്ദ്രൻ കഴിഞ്ഞ സെലിംകുട്ടിയുടെ ത്രോ ആയിരുന്നു. പിന്നെ നല്ല രസം. ഞാനെന്നൊരു ഗോൾ അടിച്ചെന്ന് അറിയാം അവൻ്റെ ത്രോയില്. മറ്റുള്ളവർക്ക് അറിയില്ല ത്രോ. നമ്മൾ ആ രണ്ട് ഡിഫറൻറ്റ് ഇടയിൽ നിന്നാൽ മതി. സെലിംകുട്ടി ആയത് വിളിച്ചാൽ മതി. അവിടെ എറിഞ്ഞോന്നോളൂ. ഓടിക്കൊണ്ട് ഗോൾ അടിച്ചാൽ പോലെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അതല്ലേ. ഇപ്പോഴും ഒരു ഫുട്ബോളിന് വേണ്ടി ജയിക്കാന്ന് പറയാം അല്ലേ. ഇപ്പോഴും എനിക്കറിയാം. ഞാനെപ്പോഴും ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം. ഹോട്ടൽ അവിടെ ആർക്ക് ഇട്ട് കൊടുക്കുന്നു, അവിടെ തന്നെ മുട്ടയും ചായയും കൊണ്ട് കൊടുക്കുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട് അത് അവന് വേണ്ടിയിട്ടല്ല അവൻ കഷ്ടപ്പെടുന്നത്. മറ്റുള്ള പ്ലേയേഴ്സ് IM വിജയൻ എന്ന് പറഞ്ഞാൽ അവന് 100 നാക്കാണ്. നമ്മളങ്ങനെ അല്ല. എന്നെന്നല്ല, അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യണില്ല. അവൻ ചെയ്യണമൊക്കെ ചെറിയ ഒന്നുമില്ലാത്ത പ്ലേയേഴ്സിന് എന്താ വേണ്ടേ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. സെലിംകുട്ടി അത് വേറൊരു അതങ്ങനെയൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കിട്ടില്ല. അവൻ വലിയ കോടീശ്വരൻ അംബാനിയുടെ മോനൊന്നുമല്ല. അവൻ സാധാരണ ഒരാള് റോട്ടിൽ അവനെന്ത് ഒരാളുടെ പ്രശ്നം എടുത്തില്ല അവൻ എന്തായാലും. അതെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് എൻ്റെ മാനേജറിനെ അറിയാൻ നന്നായിട്ട്. ശരി അവനും അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അല്ല, തൊടുപുഴ ക്ലബിൽ നിന്ന് എത്ര പേര് സന്തോഷ് ട്രോഫിക്ക് പോയി? പിന്നെ കുറെ പേരുണ്ടല്ലോ. പ്രദീപിനേക്കാളും മുന്നേ പോയിട്ടുണ്ട് ഇഷ്ടം മാതിരി. അതെ ജസ്റ്റിൻ അവനൊക്കെ ജസ്റ്റിനെ നമ്മുടെ ക്ലബിലാലും കൊണ്ട ചേർക്കുന്നത്. അവൻ മറ്റേത് ISL കളിച്ചിട്ടുള്ളതല്ലേ. അതെ അങ്ങനെ എത്രയോ പേരുകൾ സലീംകുട്ടിയുടെ കോച്ചിങ്ങോടുകൂടി പോയവരുണ്ട്. സലീംകുട്ടി വേറൊരു റേഞ്ച് അല്ല. അതെ ഈ ഫസ്റ്റ് സെവൻസ് കളിക്കാൻ പോയി. പിന്നെ സെവൻസിന് പോയിട്ട് പൈസ കിട്ടിയത് അവിടെ നിന്നാണ്. സെവൻസ് കളിക്കുമ്പോൾ പൈസ കിട്ടുമല്ലോ. വേറെ
ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് ലൈനുകൾ പോകുമ്പോ പൈസ ഒന്നും കിട്ടില്ല, ഇറച്ചും പൊറോട്ട കിട്ടില്ലല്ലോ. പണ്ട് അങ്ങനെയാണ് കൂടുതലും. നമ്മുടെ ടീമല്ലേ. ആണ്ട് ഫസ്റ്റ് സെവൻസ് കളിക്കാൻ പോയിട്ട് എനിക്ക് തോന്നുന്നത് ജോയ് യൂത്ത് എന്ന് പറഞ്ഞില്ലേ, പാലാട്ടിന് വരെ ഇതൊക്കെ ഇല്ലേ. അപ്പൊ അവരേല് കളിക്കാൻ പോയപ്പോ എനിക്കെന്താ 20 രൂപ അങ്ങോട്ടാണ് തന്ന. അവരാ ടീമിന്റെ കൂടെ, അവരൊക്കെ അന്ന് ഉഗ്രൻ ടീമുണ്ട്. അപ്പൊ അവരവിടെ പോകുമ്പോ അപ്പൊ ഭക്ഷണമൊക്കെ മേടിച്ചു വരും. അതിന് വീട്ടിൽ പോകുമ്പോ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ വെച്ചിട്ട് അങ്ങനെ തന്നിട്ടുണ്ട്. അത് അവിടുന്ന് തന്നെ ജോയി എന്ന് പറഞ്ഞ പഴയ ക്ലബ്ബുണ്ട്, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. IM വിജയനെ തിരിച്ചറിഞ്ഞ കാലഘട്ടം ഉണ്ടല്ലോ. ആദ്യം IM വിജയൻ എന്ന് പറഞ്ഞ ആള് സൗണ്ട്സ് കളിക്കാൻ വേണ്ടി, പിന്നെ അവിടെ നിന്ന് ഓഡിയൻസ് പ്രേക്ഷകർ പൊക്കിയെടുത്തുകൊണ്ട് ഒരു മുഹൂർത്തം എവിടെയാണ്? ആദ്യത്തെ അതൊക്കെ ഓർമ്മിക്കാനും അതൊക്കെ ഞാൻ IM വിജയനായത് ചിലപ്പോ സന്തോഷ് ട്രോഫി 18 വയസ്സില് സന്തോഷ് ട്രോഫി കളിച്ച് ഫസ്റ്റ് സെവൻസ് സന്തോഷ് ട്രോഫി കളിക്കുന്ന കൊല്ലത്താണ് ഞാൻ. 87 ആ സമയത്ത്. അന്ന് 18 വയസ്സ് അപ്പോയിൻമെന്റ് ആയ 87 അപ്പോയിൻമെന്റ് ആയി 87, 88 ആ സമയത്താണ് സന്തോഷ് ട്രോഫി. ആ കൊല്ലാണ് ഞാൻ സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് കളിക്കുന്നത്. 18 വയസ്സിൽ ടീമിലെ ബേബി ആയിരുന്നു. അന്നാണ് ഞാൻ കാശ്മീരിൻ്റെ എതിര് പാപ്പച്ചൻ സാറിൻ്റെ ഒരു നല്ലൊരു ക്രോസിലും ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ വിജയൻ എന്ന് പറഞ്ഞാൽ പിന്നെ പേരിലുള്ള IM എന്നുള്ളത് വന്നത് അപ്പോഴാണ് തോന്നുന്നത്, അറിയാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അതാണ്. അല്ല കേരള പോലീസ് കളിക്കുമ്പോൾ അങ്ങനെ കേരള പോലീസുകാർ കുറേ ടൂർണമെന്റ് കളിച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ വിജയൻ എന്ന് പറയുമ്പോൾ ഇത് പക്ഷേ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ വേറൊരു റേഞ്ച്. അത് ആ കൊല്ലം ഞങ്ങൾ ഫൈനലിൽ എത്തുകയും ചെയ്തു. മണി സാറ് ട്രോഫി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലിൽ എത്തണത് ആ കൊല്ലാണ്. അപ്പം നമ്മൾ വിൻ ചെയ്യുന്നൊക്കെ വെച്ചാൽ നമ്മൾ ഇവരെ അടുത്ത് തോറ്റു, പഞ്ചാബിൻ്റെ അടുത്ത് ടൈ ബ്രേക്കിൽ തോറ്റു കൊല്ലത്ത് വെച്ചിട്ട്. അപ്പോഴൊക്കെയാണ് റെഡിക്കും ഇങ്ങനെ IM വിജയൻ്റെ ഒരു പോക്കാണ്. ഇപ്പോൾ ബോളുമായിട്ട് ഒരു എവിടെ അന്ന് ഹൈറ്റുകൾ കുറവ്, ചെറിയൊരു ചെറുക്കൻ നുളഞ്ഞു കയറി അങ്ങ് പൊക്കോളൂ എന്നാണ് പറയുന്നത്. ആ ഒരു പോക്കൊരു വലിയ എക്സ്പ്രസ് പോണ പോലെയാണ്. ഞാനെങ്ങനെ പറയാ, കണ്ടേരിക്കല്ലേ പറയാ, കണ്ട ഫീലാണ്. കാലുകളിലെ ഒരു സ്പീഡ്, ഭാഗ്യം അല്ലേ, ദൈവം തന്ന ആ രീതിക്ക് ഒരു യാത്രയായിരുന്നു. ഒരു ഓട്ടമാണല്ലോ ഏറ്റവും. ഞാൻ ഒത്തിരി കളികൾ കണ്ടിട്ടുള്ള, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു ചരിഞ്ഞൊരു പോക്കുണ്ട്. വലിയൊരു ഭാഗ്യം. അത് ദൈവം തന്ന ഒരു ഗോഡ് ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇതൊക്കെയാണ്. അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെ. പിന്നെ ഈ വേറെ കാര്യമുണ്ട് ബ്രോ, ഈ പത്മശ്രീ കിട്ടാൻ വേണ്ടി എന്തോരം കണ്ട് നടന്നിട്ടുണ്ട് ഞാൻ. ഇതിന് ഈ അവാർഡിന് മറ്റേ പൈസ ഒന്നും കിട്ടില്ല, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 500 കോടി കൊടുത്തിട്ട് ഇതൊന്ന് തരുമോ എന്ന് ചോദിച്ചാൽ തരാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെ വാല്യൂ അത്ര വലിയ വാല്യൂ ആണ് അല്ലേ. 4ാമത്തെ കാറ്റഗറിയിലാണ് പത്മശ്രീ. അത്രയും 4ാമത്തെ കാറ്റഗറിയാണ് ഇന്ത്യയിലെ. അതെ, അപ്പൊ അത്രയും വാല്യൂ ഉള്ളൊരു അവാർഡാണ്. അത് നമ്മള് എത്ര കോടീശ്വരനായാലും പൈസ കൊടുത്തിട്ട് അത് തരുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ മേടിക്കാനാണ് എത്രയോ പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ട് ഈ തൊട്ടിയൊക്കെ നമ്മൾ നടക്കണം, നമ്മളെ ആ കാശ് കിട്ടി മേടിച്ചേക്കുന്ന കാര്യം. ഇതൊക്കെ ഒരു ഭാഗ്യം, ഒരു നിമിത്തം. ഇതൊക്കെയാണ് നമ്മുടെ ഹാർഡ് വർക്കിനോണ്ട് കിട്ടിയിട്ടുള്ളതാണ്. വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണാൻ പറ്റുള്ളത്. സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്ന എത്രാം വയസ്സിലാണ്? ഞാൻ സ്വന്തമായിട്ട് മോഹൻബാനിൽ പോയില്ലേ, ഞാൻ ഇവിടുന്ന് 91 മോഹൻബാനിൽ പോയി. അപ്പോൾ ഞാൻ താമസം അവിടെ കോരത്തുംപാട് തന്നെ ഓലപ്പരയിലാണ്. അപ്പോൾ ഞാൻ അമ്മയും ചേട്ടനും താമസം. അപ്പോൾ എനിക്ക് പ്രൊഫഷണൽ കളിക്കാൻ വേണ്ടി പോയി തന്നെ, മോഹൻബാനിൽ പോയി തന്നെ ഇതിനാണ്, വീട് പണിയാൻ വേണ്ടിയിട്ട് പോയി. അന്ന് സ്ഥലം മേടിച്ച് കൊടുക്കുക, സ്ഥലം മേടിച്ച് ഞാൻ ഈ സ്ഥലം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം മേടിച്ചു. അത് ഫ്രീസ് ചെയ്ത സ്ഥലമായിരുന്നു മേടിച്ചത്. ഗവൺമെൻറ് ഫ്രീസ് പാടല്ലായിരുന്നു, ഫ്രീസ് ചെയ്തിട്ട് അത് വീടൊന്നും പണിയാൻ പാടില്ല. ഭാഗ്യം ഇവിടെ ഗുരുജി അവരിക്കുന്നുണ്ടായിരുന്നു, കരുണാകരൻ സാറ്. പറഞ്ഞു സാറ് ഞാൻ തിരിച്ചു തന്നു. വീണ്ടും 91 പോയി 92 തിരിച്ചു തന്നു. തിരിച്ചു തന്നു സാറേ, ഞാൻ മേടിച്ച് കയ്യിൽ കാശിലാണ് മോഹൻബാലിൽ പോയിട്ട് ഈ സ്ഥലം മേടിച്ച് കിട്ടിയ കാശിന് ഫ്രീസ് ചെയ്തിട്ട് അതപ്പോൾ തന്നെ റെഡിയാക്കിയ ആള്. അതാണ് വൺ മാൻ ഷോ എന്ന് പറഞ്ഞത്. ഫ്രീസ് ചെയ്ത സ്ഥലം പിന്നെയാണ് ഈ വീടുകളൊക്കെ ഇവിടെ വന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.